തസ്മാൽ ഭോക്തവ്യമ താരം താരത്തിന്റെ പ്രമാണം അത് ഗുണമേഷും ഗുണം കൊണ്ട് അത് ബാധിക്കില്ലാന്ന് മനസ്സിലായിപ്പോ ഞാൻ എന്ത് ചെയ്തു ആ കൊള്ളരുതാത്തവന്മാരെ ഡിഫറൻറ്റ് ചെയ്യാൻ ഞാൻ അവരെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു. ഇനി ഇവിടെ വേണ്ട, ഇവിടെ ഇന്ന് നല്ല നേരെയാവില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അവിടുന്ന് ഇറങ്ങി കൊടുക്കുന്നു. ബുദ്ധവിഹാരത്തെ ഞാൻ ഉപേക്ഷിച്ചു, പള്ളിമാരെ ഉപേക്ഷിച്ചു. എങ്ങനെ? ചീവരം ആ ചീവരണ്ടല്ലോ അത് ഞാൻ ചിന്തിക്കണം. ചീവരം അത് കഴിഞ്ഞ പാത്രം പ്രതോട്ടിയ ആ പാത്രം കുടക്കപാത്രം ഭിക്ഷാപാത്രം അത് തല്ലിക്കൊടുത്തു. ഛത്രമാത്രം ഒരു കൊടണ്ടായിരുന്നു, അത് മാത്രം ഞാൻ കളഞ്ഞില്ല. വേണ്ടാന്ന് വെച്ചിട്ട് അത് കയ്യിലെടുത്തു. എന്താ കയ്യിലിട്ട് അത് ഇന്നത്തെ കാലത്ത് എപ്പോഴാ ഈ മഴ വരിക വെയിൽ വരിക നമുക്ക് പറയാൻ പറ്റില്ല, ഒരുമിച്ച് വരാം. അങ്ങനെ വരുമ്പോൾ എപ്പോഴായാലും ഇത് ആവശ്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അത് എടുത്ത് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് ഒരുത്തിയാണോ പാട്ട് ഒരു ഒരുത്തി അവിടെ ഇന്ന് പാട്ട് ഞാൻ നോക്കിയപ്പോഴാണ് അപ്പോഴാണ് ആ പാട്ട് പാടുന്നത്. ആരാ? തരുണിയ, നല്ല പ്രായം. പാട്ട് കേൾത്തിയാണ് വയസ്സായിട്ടുള്ള പാട്ട് കേൾക്കുന്നല്ല, നല്ല ചെറുപ്പ. പിന്നെയോ ചെറുപ്പമായോണ്ട് മാത്രം നന്നാവുന്നില്ല. ദശനീയ ദശനീയ, കാണാനും ഭംഗിയുള്ള അതിസുന്ദരിയായിട്ട് അങ്ങനത്തെ പാട്ടുകളെ കാണാൻ ചെറുപ്പമായി പോകുന്നതിന്റെ കുറച്ച് ഇഷ്ടപ്പെട്ട. പാട്ട് നന്നായാൽ
പാട്ട് പാടുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെ നന്നായിക്കോളത്തില്ല. കാഴ്ചയ്ക്ക് കാതിന് മിത്രം കണ്ണിന് ശബ്ദം അങ്ങനെ ചിലത് അങ്ങനത്തെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ചെന്ന് ആളെ കാണുന്നതായിരിക്കും. പാട്ട് തന്ന ആളെ കാണാത്ത അങ്ങനത്തെ പാട്ട് കേൾക്കുന്നുണ്ട്. അവരുടെ പാട്ട് കേൾക്കാനേ പറ്റുള്ളൂ. ഇതല്ല കാണാനും അതിസുന്ദരി നല്ല പ്രായം, അതേപോലെ സൗന്ദര്യം. ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ഉദ്യാനത്തിന്റെ ഒരു അലങ്കാരമായിട്ടാണ് അവിടെ ഇരിപ്പ്. സ്വദേശങ്ങളല്ല ഉദ്യാനം, അടിമനുണ്ടായിരുന്നു. ആ ഉദ്യാനത്തിൽ ഇവളങ്ങോട്ട് വന്നിരിക്കുമ്പോ അതിന് അലങ്കാരമായിട്ട് തീർന്നു. അവളും ഒട്ടും കുറയാതെ കണ്ടുള്ള അലങ്കാരം നല്ലോണം ശരീരത്തെ അലങ്കരിച്ചിട്ടുണ്ട്. തലയിലുണ്ട്, കാതിലുണ്ട്, കഴുത്തിലുണ്ട്, കയ്യിലുണ്ട്, കാലിലുണ്ട്. നല്ലോണം അലങ്കരിച്ച് അതിമനോഹരമായിട്ട് ഉദ്യാനത്തിന്റെ അലങ്കാരമായിട്ട് അതിമധുരം അവന്റെ ആ പാട്ടുണ്ടല്ലോ, അതിമാധുര്യമുള്ള പാട്ട്. അത് ആ കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുമ്പോ കേൾക്കുമ്പോഴത്തെ സുഖം. അത് കുറച്ച് കഴിച്ച് പുറപ്പെടുകയെന്ന് പറയാൻ പാടില്ല. പ്രസരണിക്കാണ്, ഒഴുക, അനായാസമായിട്ടുള്ള പാട്ടാണ്. യാതൊരു അധ്വാനമില്ല. ചില പാട്ട് കേൾക്കുന്ന പാട്ടുകാരൊക്കെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൈകൊണ്ട്, കാലുകൊണ്ട്, തല, മൂക്ക്, ഇളകാത്ത അവയവങ്ങളൊന്നുമില്ല. അതൊക്കെ കാണുമ്പോൾ നമസ്കാരം വരെ തുടങ്ങിയാണ് എന്ന് തോന്നും ചില പാട്ടുകാരുടെ ബോട്ടികൾ കണ്ടാൽ. ഇത് അങ്ങനെയൊന്നുമല്ല. അതിമധുരമായിട്ടാണ് അനായാസമായിട്ട് പാട്ടോ അതങ്ങനെ ഒഴുകി 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 വരുന്നത് കേൾക്കുമ്പോഴത്തെ ഒരു സുഖമുണ്ടല്ലോ. കുറച്ചൊന്ന് അങ്ങനെ കേട്ടോളൂ. ഇവിടെ അവള് പാടുന്ന പാട്ട് കേട്ടുമ്പോഴൊന്നും എപ്പോഴും തരാവണമെന്നല്ല. എത്ര കാലത്തിന് ശേഷം എപ്പോഴും തരായിട്ട് വല്ലപ്പോഴും ഇതൊക്കെ തരാവുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. കളകോമളകളതിൽ നിന്നൊഴുകി വരും ഗാനമത്രയും മധുരം കേട്ടു സുഖിക്കുക ഭഗവൻ യോഗാഭ്യാസം നിനക്കിലതിരസം. ആമയാരുടെ യോഗ എട്ട് സമയത്ത് മാത്രമല്ല ഇങ്ങനെ ഒരു വ്യവസായിട്ടുള്ള ഒരു പ്രവൃത്തി വേറില്ല. ഇങ്ങനെ ഒരു മൂടിപ്പാൻ അത് നിർത്തിയിട്ടേ കുറച്ച് നേരം ആ പാട്ട് കേൾക്കോട്ടെ. ശബ്ദപ്രയോജനം പ്രസംഗമാത്ര ശബ്ദപ്രയോജനമാണ് ശ്രോത്രം. ചെവിയുടെ ധർമ്മം, കാലിന്റെ ധർമ്മം കേൾക്കാന്നുള്ളതാണ്. ഞാൻ ചെവിയുള്ളവനെ എനിക്ക് അതിലൊരു തകരാറൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ആ പാട്ട് കേൾക്കാൻ ഞാൻ കേൾക്കണ്ട, അതാ പറഞ്ഞ് കേൾപ്പിക്കേണ്ട ആവശ്യത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ പക്ഷെ പ്രസംഗത്തെ ചെയ്യണില്ല. അതില് ശ്രദ്ധയോടുകൂടി, താല്പര്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി അത് ഞാൻ കേൾക്കണില്ല. ഇങ്ങനൊക്കെ പറയാം. അങ്ങനെ അങ്ങ് പ്രസംഗത്തെ ചെയ്യും. അങ്ങ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും, പ്രസംഗത്തെ ചെയ്യും. എന്ത് വേണം? കുറച്ച് കാര്യക്ഷാമണം ഭവിക്കണോ എങ്കിൽ സാമാന്യം പോലെ എന്തെങ്കിലും സമ്പാദ്യം തരാവും എന്ന് കിട്ടിയാൽ തോന്നിയാൽ പ്രസംഗത്തിന് പോകാത്ത ആളുകളും എത്ര പേര് പ്രസംഗത്തിന് കൂടും. ഇങ്ങനെയുള്ളതിലൊക്കെ താല്പര്യത്തോടുകൂടി കേൾക്കും, ശ്രദ്ധയോടുകൂടി കേൾക്കും. അല്ലാതെ തരാവണത്തെ ഉള്ളൂ. ആമിയാർക്കും അങ്ങനെ തന്നെയാ. എന്തെങ്കിലും ഇതോട് പ്രയോജനം ഉണ്ടെന്ന് തോന്നിയാൽ അങ്ങ് ശ്രദ്ധയോടുകൂടി കേൾക്കും. എനിക്ക് യാതൊരു സംശയമില്ല.
അറിയില്ലോ സാമാന്യം പോലെ ഒരു പാട്ട് പാടുന്ന അവള് ആ ഉദ്യാനത്തിന് തലയിരുന്നുള്ളേ മറ്റൊന്ന് മാല കെട്ടാനോ തലയിൽ ചൂടാനോ അങ്ങനെ എന്തോ ആവശ്യത്തിന് തലയിരുന്നുള്ളേ ആ സമയത്ത് അവളൊരു പാമ്പ് സർപ്പം ഇരിക്കണ്ടായിരുന്നു. ആ സർപ്പം ഒരു കൊത്ത അവളെ കടിച്ചു. അയ്യോ പേശപ്പൺമണിമാല ആശ വരുത്തന്നു തളിരുന്നുള്ളുമ്പോ ഓരം പാമ്പ് കടിച്ചു നാശമതായി തീർന്നു ഹന്ത ഭഗവാനെ. ആദ്യരെ ആ സാധുരെ പാമ്പ് കടിച്ചു. അവളുടെ ക്ഷീണമായിരിക്കുന്ന കർമ്മത്താൽ ഭവിതവ്യമാകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സമാധാനം മാമിയാർക്ക് ഒരു പരിഭ്രമമില്ല. എനിക്കുള്ള പരിഭ്രമം ഞാൻ ഈ പരിഭ്രമിച്ച ദേഹം കൊണ്ട് വന്ന് പറയാം. മാമിയാരെ അവളെ പാമ്പ് വെച്ചു, അവളുടെ കർമ്മം ക്ഷീണിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കർമ്മം ക്ഷീണിക്കും. ഞാൻ പറഞ്ഞ പോലെ അല്ല പറയുന്നത്. എന്താ പറയട്ടെ, പ്രാണികൾക്ക് പ്രാണങ്ങൾ പരമപ്രിയങ്ങളാകുന്നത്. ഒരു പ്രാണിക്ക് ജീവികൾക്ക് ഏറ്റവും പ്രധാനം ജീവനാണ്. ചിലപ്പോ പറയും എന്റെ ജീവൻ ജീവന്റെ ജീവൻ എന്നൊക്കെ പറയും. അവനവന്റെ ജീവൻ കഴിഞ്ഞിട്ടുള്ള ജീവനൊക്കെ ഉള്ളൂ. അതിനേക്കാൾ വലുത് ആർക്കും ഒന്നുമില്ല. അതുകൊണ്ട് ഒരു പ്രാണിയും അവനവന്റെ പ്രാണങ്ങളെ അവനായിട്ട് ഉപേക്ഷിക്കില്ല. പിന്നെയോ പ്രാണയിസ്തു പരിത്യജ്യതേ ശരീരം, പ്രാണങ്ങളാൽ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു വേണം പറയാൻ. പ്രാണൻ ശരീരത്തെ ഉപേക്ഷിച്ചു പോകണം, ശരീരം പ്രാണങ്ങളെ ഉപേക്ഷിക്കല്ല. ഞാനെന്താ പറഞ്ഞത്, അവളുടെ പ്രാണങ്ങളെ ഉപേക്ഷിക്കുന്നു. എൻ്റെ ഒരു പ്രയോഗ വൈകല്യം അതാണിപ്പോൾ അവിടെ ഉണ്ടായത്. ഞാൻ വാക്യപ്പഴ വ്യാകരണം തത്വം സ്വാമിയാർ പറഞ്ഞപ്പോൾ അതൊക്കെ നേരെയാക്കിയിട്ട് വേണം പറയാൻ. കഴിക്കാൻ കിടക്കുമ്പോഴേ ആട്ട നേരെയാക്കാൻ പുറപ്പെട്ടേക്ക. സ്വാമിയാര് പറഞ്ഞ പോലെ ആണെങ്കിലും അതെല്ലാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിലും നിന്റെ തീരുമാനം തന്നെയല്ലേ അവസാനം തത്വം തന്നെയല്ലേ പറയാം. കഴിഞ്ഞു സിദ്ധി കൂടി തന്നെ പറയാം കേട്ടോ. അതിന് മാറ്റമൊന്നുമില്ല. സ്വാമിയാര് ഇങ്ങനെ ഒരു ഔചിത്യമില്ലാത്ത ഒരാളായില്ലോ എന്റെ സ്വാമിയാര്. യാതൊരു വികാരമില്ലാത്ത അങ്ങനെ പറയുമ്പോ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ തോന്നേ. സ്വാമിയാരെ അദേഹി അയരുണാനി സ്നേഹോ ദുഃഖബുദ്ധ ഭിന്നചാരിത പൂരസയണ അദേഹി അയരുണാനി സ്നേഹ ദർശനതയോ ദുഃഖബുദ്ധ ഭിന്നചാരിത പൂരസയണ എന്നാണ് അവിടുന്ന് കാരുണ്യമില്ലാത്ത അവസ്ഥ. ആരോടും ദയയില്ല, ഒരാളോടും ദയയില്ല, ദാക്ഷിണ്യമില്ല, കാരുണ്യമില്ല, സ്നേഹമില്ല. ഒരാളോടും സ്നേഹമില്ല, മമതയില്ല, ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല. കഠിന ഹൃദയൻ, കല്ല് 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 പോലെയുള്ള മനസ്സാ. ദൂരശകടൻ. ഇങ്ങനെയാ വേണ്ടത്. ചോറ് വണ്ടി കുറെ ചോറ് കഴിക്കുക, ആരെങ്കിലും പറ്റിച്ചു വല്ലത് ചെലുത്തുക എന്നല്ലാതെ കണ്ടി വേറെ യാതൊരു വിചാരമില്ല. മോട്ട അങ്ങനെയാ വിളിക്കേണ്ടത്. നാടായവും ചുറ്റി ശിവമുണ്ടനം ചെയ്തുകൂടെ വന്നിരിക്കുക. സ്വാമിയാർക്ക് ആരോഗ്യമില്ല. സ്വാമിയാരെ സ്നേഹം ഇങ്ങനെ ആയി പോയില്ല. സ്വാമിയാര് പട്ടം എന്റെ അഭിപ്രായം എന്താ? എന്റെ ആഗ്രഹം എന്താ? തനിക്ക് എന്താ ആഗ്രഹം? എന്റെ ആഗ്രഹം എന്താണോ? ഇപ്പോഴത്തെ ആഗ്രഹമാണോ? ഞാൻ പറയാം. നൂറ്റെണ്ണം ഇപ്പൊ 89 നാമത്തിൽ തോന്നിയുള്ളൂ. അതേപോലെയുള്ള നല്ല നല്ല പേരുകളെ സരസ്വതി കൊണ്ട് കടാക്ഷിച്ചാൽ അത് വഴിക്ക് വഴികൾ തോന്നിയാൽ 100 നേരത്തെ വിളിക്കണമെന്നാ എന്റെ മോഹം. ചീത്തപ്പേരുകൾ 100 പൂർത്തിയാക്കി വിളിക്കുവാൻ
വിളിച്ചതൊന്നും ഓരോ സ്വാമിയാരെ ഈ കഠിന ഹൃദയനായിട്ടുള്ള അങ്ങനെ വിളിക്കാൻ റൂൾപ്പൻ വിളിച്ചോളൂ. 100 ആയിരക്കണല്ല 10,000 1 ലക്ഷം വിളിച്ചാലും സ്വാമിയാർക്ക് ഞങ്ങൾക്ക് നാണയത്തിൻ്റെ അറിവുണ്ട്. ശകാരിച്ചാൽ കുറച്ച് ഭേദം മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എന്നിട്ടില്ല ആ മാറ്റം. ശകാരിച്ചാലും ഫലമില്ല. അങ്ങനെ ആയതൊക്കെ ഒന്ന് ആശ്രയിച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടാ ആരടുത്തെന്ന് വെച്ചാൽ അവരോട് സ്നേഹം കിട്ടുന്നതായിരിക്കും. എന്നാൽ ആരോടെങ്കിലും പ്രത്യേകിച്ചുണ്ടാവും. ആർക്കാ നല്ല കാലമുള്ളതെന്ന് വെച്ചാൽ അപ്പൊ അവരാണ് അവളുടെ ആളുകൾ. സന്യാസിമാരും അങ്ങനെ അല്ലേ? ആരാണ് അവർക്ക് അടുത്തിട്ട് അവനെ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അവനോട് നമ്മളെ നാട്ടിക്കും. അല്ലാണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊന്നുമില്ല. സന്യാസി മട്ടും വളർത്തിടുമ്പോൾ അന്യൂനമാ സ്നേഹവും ഇവർക്ക് അന്നേരം എന്നോട് സമാന തന്നെ എന്നോർത്തു ഞാനും സ്വജനാഖ്യ ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ സ്വജനാണ് ഞാൻ പറഞ്ഞത്. അത് അവൾക്ക് കാലത്ത് വരുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുമോ? ദുർലഭസ്നേഹോ ഭൂയോർത്ഥയോഗാൽ യുക്രം സ്നേഹോ വിഭൂയോർത്ഥയോഗാൽ യുക്രം. ദുർലഭ സ്നേഹന്മാരാണെങ്കിലും ഭൂയസ്സായിരിക്കുന്ന അർത്ഥത്തിന്റെ യോഗത്താൽ സ്നേഹിക്കുന്നു എന്ന് വേണം പറയാൻ. നേരെ എനിക്ക് അങ്ങ് എന്താ എന്തിനാ പുറപ്പെടണമെന്നൊക്കെ മനസ്സിലായി. ഇത് വല്ലാണ്ട് വിസ്തരിക്കട്ട. ഞാൻ അവളെ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാമിയാരുടെ വേദാന്തത്തിന്റെ കണ്ടഴിക്കുക. സ്വാമിയാർക്ക് കുറെ പറയാനുണ്ടേ. ദുർലഭ സ്നേഹന്മാരാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും മോക്ഷം എന്നുള്ള ഒരു ലക്ഷ്യത്തെ കണക്കാക്കി അതിനോടുള്ള മമത ഉണ്ടാകുന്നൊക്കെയാണ് പറഞ്ഞത്. അറിയിച്ചു മനസ്സിലായി? വേണ്ട വല്ലാണ്ട് പറയണ്ട സ്വാമിയാരെ. എന്തായാലും എനിക്കിത് ഇവിടെ നിന്ന് കേൾക്കാനുള്ള ശക്തിയില്ല. ഭയവം ശക്നോമി ആത്മാരബ്ധരേതും ഭഗവൻ ശക്നോമി ആത്മാരബ്ധരേതും. സ്വാമിയാരെ എനിക്ക് എന്നെ പ്രാണങ്ങളെ തന്നെ രക്ഷിക്കാൻ പറ്റുന്നത് തോന്നുന്നില്ല. സങ്കടം അത്ര മൂർച്ഛിച്ചേക്കണം. ഈ ദുഃഖം അധികരിക്കാൻ കാരണം ഈ ദുഃഖം കലശലായി ഞാൻ അങ്ങോട്ട് മരിക്കൂന്ന് എനിക്കിപ്പോ വേണ്ടി. അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഉപസം ചേരോതാമീ ഉപസം ചേരോതീ. ഞാനേ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ അടുത്തിരുന്ന് കുറച്ച് സാമാന്യം പോലെ സാരം നേരം ഒന്ന് കരയട്ടെ. കുറച്ച് കരഞ്ഞാൽ എത്ര വലിയ ദുഃഖമാണെങ്കിലും കുറച്ച് ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ട് മനസ്സ് നിറയണവരെ ഞാനൊന്ന് കരഞ്ഞ മനസ്സിന് കുറച്ച് സ്വസ്ഥതയായി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. അത്തരേറ്റം സഹിച്ചിങ്ങു അത്തിപ്പാനാവതല്ലമേ തത്ര ചെന്നൊട്ടുരോധിപ്പാൻ ചിത്തധാരിച്ചു ഞാൻ. അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോവാം. എന്റെ സങ്കടമാണ് അത് മുഴുവൻ സങ്കട. ഞാന് അവളുടെ അടുത്ത് പോയി കരഞ്ഞിട്ട് വരാട്ടോ. ആമേരോട് ഇവിടെ തന്നെ ഇരിക്കണേ. അതേ നമുക്ക് വിളിക്കാൻ തുടങ്ങി. കണ്ടില്ലേ പോവാൻ പാടില്ല. സ്വാമിയാരെ ഞാൻ മുമ്പേ പറഞ്ഞു മാ കുപ്പ അജിത്തം തവാജയാൻ അംഗോവിധം മാ കുപ്പിയാരുദ്രപ്രവാചകാൻ അംഗോവിധം. സന്യാസിമാർ ചോദിക്കാൻ പാടില്ല. അങ്ങനെ സന്യാസിയല്ലേ? അങ്ങനല്ലേ എന്നെ ഉപദേശിക്കാറുള്ളത്? അല്ലെങ്കിൽ ആ ഉപദേശിക്കുന്ന ആളുകളാണ് ആദ്യം പഴക്കുക. ഉപദേശം മാത്രമേ ഉള്ളൂ. അവരെ കോപിക്കരുത്. ഞാൻ വേറെ ഒന്നല്ല തോന്നണം. അവിടെ ചെന്ന കാലം നേരെ അവളുടെ അടുത്തിൽ നിന്ന് കാര്യം എൻ്റെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക. അല്ലാണ്ട് വേറെ മനസ്സിൽ എനിക്ക് വേറെ കണക്കുകൂടലൊന്നുമില്ല. സ്വാമിയാർ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ കരുതുന്നത് അതുവരെ
കൊതി ആമിസാമിതവണം കൊതി അമൃഷാമിതാവതേന. ഞാനേ ഇവളെ ഒന്ന് തൊട്ട് നോക്കട്ടെ. നിന്റെ അനുവാദം ഉണ്ടെങ്കിലേ തൊടുള്ളൂ. ഇവളെ ഒന്ന് തൊട്ട് നോക്കാം. ഞാൻ നീ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? വേറെ ഒന്നല്ല, ഈ തൊടാനുള്ള മോഹം കൊണ്ട് ചില ആളുകൾ അങ്ങനെയുണ്ട്. സ്ത്രീകളെ കണ്ട ഒന്ന് തൊട്ടാ മതി. സ്പർശനം അത് അത്ര വേണ്ടു. അതങ്ങനെ മോശമെടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ എങ്ങനെയെങ്കിലും തൊടണമെന്ന് വിചാരിച്ചിട്ടല്ല. വിഷം തീണ്ടിയാൽ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. പ്രാണങ്ങൾ ശിരസ്സിൽ പോയി ഒഴിക്കാൻ തന്നെ കേട്ടിട്ടുണ്ട്. അത് തൊട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ എൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ തൊടുള്ളൂ. തൊട്ടോട്ടെ. ഭവതിയോ ആര്യൻ പ്രഭുവാകുന്നത് അങ്ങ് വളരെ യോഗ്യനായിട്ടുള്ള ആളല്ലേ. എല്ലാത്തിനും അധികാരമുള്ള ആളുകളല്ലേ. അവള് കുറേയൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അധികാരമുള്ള ആളുകൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ തൊട്ട് നോക്കേ ഇങ്ങനെയൊക്കെ ആവാം. എന്റെ സമ്മതം ഉള്ളതുകൊണ്ടാണ് ഞാൻ തുറപ്പേ. കൊള്ളരുതാത്തോളെ, എന്താ ഇങ്ങനെ വാക്കിന് വ്യവസ്ഥ ഇല്ലാണ്ട് പെരുമാറേണ്ടത്? ഞാൻ നിന്റെ സമ്മതം വാങ്ങിയിട്ടല്ല അവളെ തൊടാൻ പുറപ്പെട്ടത്. ഞാൻ അവള് തൊട്ടോളൂ തൊട്ടോളൂ, അങ്ങ് വലിയ ആളല്ലേ തൊട്ടോളൂ എന്നൊക്കെ പറഞ്ഞ് തൊടാനായിട്ട് അരുത, തൊടരുത, തൊടാൻ പാടില്ല. എന്താടി നീ ഇങ്ങനെ പറഞ്ഞത്? അവള് നല്ല കേട്ട് പറഞ്ഞതാ. അരുത് അവിടുന്ന് കാലില് തൊടരുത്, അങ്ങ് കാലില് തൊടാൻ പാടില്ല. അവള് പറഞ്ഞപ്പോഴാ ഞാനത് ശ്രദ്ധിച്ചത്. ഞാൻ കാലിമല തൊടാൻ പോയത്. അവളെങ്ങനെ കിടക്കണോ കാലില് പിടിക്കാൻ പോയി. അങ്ങേ പോലെ യോഗ്യനായിട്ടുള്ള ആളുകൾ കാലിലൊന്നും തൊടാൻ പാടില്ല. ആയുളമി സീസംവാദം വിനജാനാമി ആകുലോസ്മി ശിരസംവാദമി നജാനാമി. ആകുലരാമ കാരണം എനിക്ക് ശിരസേതാ, പാദങ്ങളേതാ, തലയേതാ, കാലേതാന്നൊക്കെ അറിയാൻ പറ്റേണ്ടേ. എൻ്റെ ഈ പരിഭ്രമം കാരണം അല്ലാണ്ട് പരിഭ്രമിച്ചിട്ടാണ് ഞാൻ വന്നത്. മാലിൽപ്പെട്ടത് മൂലം കാലും തലയും ആലോചിച്ചറിയാതെ അതുകൊണ്ടാ ഞാനിപ്പോ കാലില് തൊടാൻ പോയത്. എനിക്കൊരു കാര്യം താളഫലമീനാണി കാളേജന്തരാണുളിത്താണി അനഹോമുഹാണി തത്തഹോദികേ ധനാണി ജീവന്ത്യാനാസാദിതാണി. താലഫലമീനൗ കാലേജന്തനാനുലിപുതൗ അനധോമുഖൗ തത്ര ഭവത്യാസ്തനൗ ജീവന്ത്യാനാസാദിതൗ. വളരെ ശരീരഘടകം വിദ്യച്ച് പറയാണ്ടിരിക്കാൻ നല്ലത്. അവളുടെ ശരീരത്തിൽ നല്ല നല്ല ഭാഗങ്ങൾ വേറെ പലതും. ഞാൻ എന്നിട്ടും ആ കാലിലാണ് തൊടാൻ പോയത്. നോക്കും, ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കതൊന്നും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നല്ല നല്ലതൊക്കെ കേടുവരാത്തതും പാട്ടം തട്ടാത്തതും കോട്ടം തട്ടാത്തതും തേയ്മാനില്ലാത്തതും ഒക്കെ ഉണ്ട്, പലതും ഉണ്ട്. അതിലൊന്നും എൻ്റെ കയ്യിൽ പോയില്ല. ഇതൊക്കെ പോയത് കാലിൻ്റെ മുകളിലാ. എന്നെ പോലൊരു ഭാഗ്യമില്ലാത്തവനെ പറയണ്ടു. തരുണീമണി തന്റെ താലവക്വ പ്രതിമാനന്ദനധോമുഖം സനം വരനന്ദനകുമാനുരിതാനന്ദരമു. അപ്പോഴും എൻ്റെ യോഗം തന്നെയാണ്. ഭാഗ്യമില്ലാത്തവർക്ക് എങ്ങനെ അനുഭവം അങ്ങനെയാണ്. സമയമാണോ? വിദ്യാഭ്യാസം ചെയ്യേണ്ട സമയമല്ലാതെ ചെയ്തു ചികിത്സിക്കേണ്ട സമയത്ത് അവളുടെ കൂടെ വരുത്തിണ്ടായിരുന്നു. അവള് അമ്മയെ കൊണ്ടുവരാനായിട്ട് പോയി. എന്നെയാണ് അവളുടെ ചുമതല ഏൽപ്പിച്ചു പോയത്, ആ ഭാര്യ ഏൽപ്പിച്ചു പോയത്. അവള് വരുന്നവരെ ഞാനിവിടെ അടുത്തിരിക്കാതെ സമ്മതിച്ചതാ. ഇപ്പൊ വരാൻ ഇപ്പൊ എന്തായാലും എനിക്ക് അധ്യയനം ചെയ്യാൻ
വരാൻ സൗകര്യമില്ല. ഇപ്പൊ ചികിത്സിക്കുന്ന സമയ തുണപ്പാനാരുമില്ലാതെ മരിക്കുന്നു വരാതിയാം ചികിത്സ വേണ്ട നേരത്ത് പഠിപ്പാനാവതല്ലമേ. ഇപ്പൊ എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കുന്ന ഞാൻ അവിടെ അടുത്തേക്ക് വരില്ല. ഞാനിവിടെ ഇത് കരയാൻ തന്നെ ഭാവം. ഔഷധശാസ്ത്രം അപ്പോഴേക്കും പറഞ്ഞു കിം ഔഷധശാസ്ത്രം ശാന്തിക്ക് തനിക്ക് ഇങ്ങനെ ഔഷധശാസ്ത്രം ഉണ്ടോ? ഭവിക്കുന്ന ഔഷധശാസ്ത്രം ഭവിക്കുന്ന വൈദ്യൊക്കെ അറിയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ചികിത്സിക്കാനൊക്കെ ഉള്ളത് അതിനുള്ള ഗ്രഹിത ഉണ്ടോന്ന് ഇല്ല. സംബന്ധിച്ച് എനിക്ക് വൈദ്യശാസ്ത്രം ഒന്നും നിശ്ചയില്ല. പക്ഷെ ഉണ്ടാവുമായിരുന്നു. ഞാൻ അതിനല്ല പുറപ്പെട്ടത്. ഞാൻ ഇത്രയും കാലം അങ്ങയുടെ പിന്നാലെ ഈ യോഗ സാമഗ്രികളും എടുത്ത് ഭാഷ വെച്ച് നടക്കുകയും ചെയ്യും. ആ കാലത്ത് അതിൻ്റെ പകുതി കാലം വേണ്ടിയിരുന്നപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മുറിവൈദ്യൻ്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വശാക്കായിരുന്നു, ധാരാളം സമ്പത്തും ഉണ്ടാക്കായിരുന്നു. ഇനി ഒന്നുമില്ല, മനസമാധാനം ഉണ്ടാവാനാണെങ്കിൽ 2-10 പേരുടെ കഥയെങ്കിലും കഴിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ മറ്റു തരത്തിലുള്ള കഥ കഴിക്കലൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് വൈദ്യന്മാരെ ഏൽപ്പിച്ചേക്കുന്നത് ഒരുവിധമൊക്കെ ആളുകളെ കഥ കഴിച്ചു കൊടുക്കുന്നത് അവരാണ്. അതെങ്കിലും എനിക്ക് പറ്റുമായിരുന്നു. അത് ഞാൻ ചെയ്തില്ലല്ലോ. അങ്ങയുടെ പിന്നാലല്ലേ നടന്നത്. ഓ, അങ്ങയുടെ ഈ യോഗവിദ്യയുണ്ടല്ലോ, അഹംദേ യോഗസഫലം അഹംദേ യോഗസ്യ ഫലം. അങ്ങയുടെ ഈ യോഗവിദ്യ നശിച്ച സാധന, ആർക്കും ഉപകാരമില്ല, ഒരാൾക്കും പ്രയോജനമില്ലാത്തൊരു നശിച്ച സാധനം. വിശുദ്ധ യോഗവിദ്യക്ക് വിശിഷ്ട ഫലമൊന്നുമേ വശത്തില്ലായി ഈ വിദ്യ നശിച്ചതിന് നിർണയം. അങ്ങയുടെ യോഗവിദ്യ കൊണ്ട് ആർക്കാ സ്വാമിയാരെ പ്രയോജനം? പരോപകാരത്തിനുള്ളതല്ലേ വിദ്യ. ഉപകാരമില്ലാത്ത സാധനം കൊണ്ട് നടക്കും. ഞാനിവിടെ എന്താ എനിക്ക് പറ്റുന്നത് അത് ചെയ്തോളാം. തപസ്വീ സൗവ്യാബുദ്ധ്യതയാ ആശ്രമാപവാദം ജാനാതി ശ്രുതം മഹേശ്വരാദി യോഗാചാര്യൈ ശിഷ്യാനുക്രോശ സംഗം യോൽപാദനം കരിഷ്യാമി ദൃശോ യോഗ ഇതി അസ്യാ ഗണികായ ശരീരേ മാനം യോജയിഷ്യാമി എന്റെ അടുത്ത് തന്നെ ഇവിടെ ഇരിക്കണു. ചത്തവജീവിച്ചെന്നൊരത്യത്ഭുതം ഉത്ഭവിച്ചു ഞാൻ മൂലം മതയാവേ ഉത്തമമിത്രം ഞാനേ ഒരു ഉത്തമ മിത്ര. ആപത്തുണ്ടാവുമ്പോ അവരെ ഉപേക്ഷിച്ചു പോണ ആളുകളല്ല നല്ല മിത്രമാണ്. ഞാൻ നല്ലൊരു മിത്ര. ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്റെ
സംസാരിക്കില്ല അവള് അമ്മയെ പറയാൻ പോയില്ല അതെ വലിയൊരു ശുദ്ധക്കാരി അപ്രകാളിതവാണി കയ്യ് കഴുകാണ്ട് എന്നെ തൊടരുത് എന്നെ സ്പർശിക്കരുത് കയ്യ് കഴുകാണ്ട് ഞാൻ നിന്നെ തൊടരുതെന്നോ ഈ ഞാൻ നിന്നെ തൊടാൻ വന്നതല്ല എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളുടെ സംഭാഷണം ചെയ്യുമ്പോൾ കുറേശ്ശൊക്കെ കയ്യുണ്ടാവും സംഭാഷണം കട്ടിയാണ് കയ്യോണ്ടാണ് അധികം അപ്പൊ അടുത്തത് നമ്മളെ തൊടരുത കയ്യിൽ കഴുകണം നമ്മളെ തൊടാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടി കാര്യം പറയാം എന്നെ പോലെയുള്ള ആളുകളെ തൊട്ടാലാണ് കൈ കഴുകുന്നത് അല്ലാണ്ട് തൊടാനല്ല കൈ കഴുകുന്നത് തൊട്ടാൽ കൈ കഴുകണം എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണ ഒന്നും നല്ല തണുത്ത വെള്ളത്തിലെങ്കിലും കഴുകണം അങ്ങനെ കഴുകരുത് കേട്ട പോലെ ആവുള്ളൂ ഭയങ്കര വരൂ അധ്യയനം ചെയ്യൂ അടുത്തേക്ക് വരൂ അധ്യയനം ചെയ്യൂ ഇവിടെ അധ്യയനം നീയും എന്നെ അധ്യയനം ചെയ്യാനാണ് പറയുന്നത് പഠിപ്പിക്കാം അവൾ അതിരിക്കുക പഠിപ്പിക്കാം എന്നുള്ള എന്റെ സ്വാമിയാരുടെ അടുത്തൊരു ധൈര്യം ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല ഏത് സമയത്ത് തന്നെ ചാട്ടില്ലായിരിക്കും ഗ്രന്ഥം എടുക്കും പഠിക്കും അതൊന്നും കുറച്ച് മനസമാധാനം കിട്ടാൻ കൂടി വേണ്ടി ഞാൻ ഇവളുടെ അടുത്ത് വന്നിരിക്കും അപ്പൊ ഇവള് വിളിക്കണം വരൂ അധ്യയനം ചെയ്യൂ ഭഗവന്തമേവസർവാമി ഞാനേ എന്റെ സ്വാമിയാരുടെ അടുത്തേക്ക് എന്നെ പോവാ എന്താന്നല്ലേ നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട എനിക്ക് ഒരൊറ്റ ഗുരുനാഥനെ എന്റെ സ്വാമിയാർ എല്ലാ യോഗ്യതയുള്ള ഗുരുനാഥന അങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടാൻ പാടും ഭാഗ്യം കൊണ്ട് തരായില്ല എന്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നല്ലത് എവിടെയെങ്കിലൊക്കെ കണ്ടാൽ അത് മനസ്സിലാക്കാനും അത് കുറേശ്ശൊക്കെ സാംശീകരിക്കാനൊക്കെ ശ്രമിക്കില്ല എന്നല്ല പക്ഷേ വിദ്യാഭ്യാസം അത് ഗുരുനാഥന്റെ അടുത്തൊക്കെ വല്ലാതെ വേറെ കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ആവില്ല നീ എന്നെ അങ്ങനെ പഠിപ്പിക്കുകയും വേണ്ട അച്യുതനുടെ അരികത്ത് അധ്യയനം ചെയ്യുവതല്ല മൽഗുരുവരനുടസരിതേനം ഞാനേ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് എന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വിൽക്കാം നിന്റെ ആപത്തൊക്കെ മാറില്ല നീയിപ്പോൾ എന്നെ അധ്യയനം ചെയ്യാൻ കുറിച്ച് പഠിപ്പിക്കാം ഏത് ശാസ്ത്രമാണ് നീ പഠിപ്പിക്കാം അത് വേണ്ട എനിക്കത് പഠിക്കണ്ട നീ എന്തായാലും വേണ്ട ഞാനേ എന്റെ എന്റെ സ്വാമിയാരെ ഇത് എന്ത് കടപ്പായി കിടക്കണതാ എങ്ങനെ ഉറങ്ങാണ്ടിരിക്കാതെ അതിന് ഉറക്കം വരും നല്ല അന്തരീക്ഷം തണുത്ത കാറ്റ് നല്ല തണല് നീണ്ട് നിറഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ ശല്യം ചെയ്യാൻ ഞാൻ അടുത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ എങ്ങനെയാ പകലുറക്കം തന്നോ പകലുറക്കം ആർക്കായാലും നല്ലതിനല്ല അതുകൊണ്ട് ശ്രേയസ് നശിക്കുള്ളൂ ഉറങ്ങുന്ന ആളുകളെ ഉണർത്താൻ ചില വിദ്യകളൊക്കെ ഉണ്ട് ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഞാനത് എൻ്റെ സ്വാമിയാരുടെ അടുത്ത് വേണമെന്നുള്ളതായി ചില ആളുകൾ ഉറങ്ങാൻ മാത്രമല്ല അവർക്കേ ഉറങ്ങാൻ പാടുള്ളൂന്നുണ്ട് അടുത്ത് കിടന്നവർക്ക് വെച്ചിനെ ഉറങ്ങില്ല വരവ് ചെലവുള്ള ആളുകളുണ്ട് ചില ആളുകൾക്ക് വരവ് കേമാം നിങ്ങളോട് വരവുണ്ടല്ല ചെലവ് കട്ടിയാക്കും ഉണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് വരവൊക്കെ കിട്ടിയ ചെലവ് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ഉറക്കക്കാരുണ്ട് ഈ കൂട്ടപ്പലിക്കാര് അവരടുത്തുണ്ടെങ്കിൽ അടുത്ത് കിടക്കണം ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ പോലെ ആ കൂട്ടപ്പലിയൊക്കെ അവസാനിപ്പിച്ച ഒരു പ്രയോഗം ഞാൻ എന്തായാലും ഒരു കുഴപ്പമില്ല എനിക്കെന്റെ സ്വാമിയാരെ തട്ടി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എന്തിനാവശ്യമില്ല അതിന്
അറിവുള്ള ആളാണ് മാത്രമല്ല അറിവിനെ പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ വൈഭവം അത് യോഗവിദ്യ യോഗവിദ്യയുടെ പാലക്കത യോഗവിദ്യയുടെ അങ്ങേതല ഘട്ടമാണ് അപ്പൊ ഉപാധ്യായൻ ഗുരുനാഥൻ പഠിപ്പിക്കാൻ എന്റെ ഗുരുനാഥനെ പോലെ ഇനി അങ്ങനെ ഒരാളുണ്ടാവും ഇപ്പൊ അദ്ദേഹത്തെ കഴിക്കണം അത്ര എത്ര യോഗ്യതയാണ് ഞാൻ വിചാരിച്ചില്ല ഇത്ര യോഗ്യത ഒന്നും പറയത്തില്ലെങ്കിലും സാരില്ല അതിനേക്കാളും വലിയ യോഗ്യത ഇപ്പൊ പറയാത്തതിനേക്കാളൊക്കെ എന്റെ ഗുരുനാഥൻ മറ്റേതൊന്നും ഇല്ലെങ്കിൽ സാരം പേരുണ്ടെങ്കിൽ തന്നെ ധാരാളം എന്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരായി അയ്യോ സത്യാദിതല്ലോ യോഗി വാദാനൻ പോലും എന്റെ സ്വാമിയാർ മരിക്കുന്ന ഞാൻ വിജയിച്ചപ്പോഴേക്കും അദ്ദേഹത്തെ പോലുള്ള ആളുകളത് മരണം ഉണ്ടാവില്ലാതെ വിജയിക്കണം അതുകൊണ്ട് കുറച്ച് അബദ്ധം പറ്റിയില്ല വേണ്ട പോലെയുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിന് അടുത്തുണ്ടായിട്ടില്ല അദ്ദേഹം എപ്പോഴും ഉണ്ടാവും ജീവനോടുകൂടി ഉണ്ടാവും നാളെ ആവാം എന്ന് വിചാരിച്ച് പുറത്തുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല എപ്പോഴും എന്നോട് പറയുന്നു കണ്ടില്ല വരൂ എന്തെടുക്കൂ പഠിക്കൂ അതൊക്കെ പറഞ്ഞു ഞാനതിനെ ഇല്ലാതെ കൂടി കുറിച്ച് തരുന്നു അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല വന്നിരുന്നു നീ എന്റെ ഗതി അധോഗതിയാവും മേൽഗതിണ്ടാവുക സംശയമില്ല അതല്ലേ സ്വാമിയാരുടെ യോഗ്യത കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോയി എന്റെ സ്വാമിയാർക്ക് എവിടത്തെ കാലം വിട്ടുകൊടുക്കും ഒക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്ന രണ്ടിനും കൂടി അങ്ങനെ ഇനി അത് കഴിയില്ലല്ലോ ഭിക്ഷു ചത്തൊന്നു വന്നെങ്കിലും ഭിക്ഷ കിട്ടാതെ വന്നിരുന്നു ഞാൻ എന്റെ കഥ കിട്ടുന്ന വലിയ കാലതാമസമില്ല കേൾക്കാം ആദ്യം സാമേര്യത്തിലൂടി വലിയ കാലതാമസം ഉണ്ടായില്ല പട്ടി കേൾക്കാം ചാണ്ടി വരും പറ്റിയെന്ന് ആളുകൾ പറയും എങ്ങനെ എന്റെ സ്വാമിയാർക്ക് ഇങ്ങനെ പറ്റിയോ ആരെ മുമ്പേ വിളിച്ചത് അടുത്തേക്ക് വരാം എങ്ങനെയാവും എന്റെ സ്വാമിയെ കഴിച്ചിട്ടാവുക എന്റെ സ്വാമിയെ എങ്ങനെയാ സാധ്യത അങ്ങനെയൊന്നും അറിയാൻ പാടില്ല
എനിക്ക് ഇന്നൊരു നല്ല ദിവസം. ഞാൻ ഒരു വൈദ്യനാണ്. ഓരോരുത്തർക്കും അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് സാധിക്കുമ്പോഴാണല്ലോ കളഞ്ഞുണ്ടല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. ധരിച്ചിതാക്കും മഹാസഭയുടെ ഖാദിതാക്കളെ ഇവളുടെ ലക്ഷണം കണ്ടിട്ട് നല്ലോണം വിഷം ഉടലിൽ ചെന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. എനിക്ക് ആ ലക്ഷണത്തിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എനിക്കിതെങ്ങനെയാ മനസ്സിലായതെന്നാണ് ചോദ്യം. അത് എന്നെ പോലെയുള്ള വൈദ്യന്മാർക്ക് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എന്നെ പോലെ കേവന്മാരായിട്ടുള്ള വൈദ്യന്മാർക്ക് ആ രോഗിയെ കണ്ടാൽ അക്ഷണത്തിൽ മനസ്സിലാവും അതിന്റെ പ്രകൃതം. അതിന് കാരണം ഉണ്ടോ? അഹന്തം വികാരം കരയതി. അവർ വലിയ വലിയ വികാരങ്ങളല്ലേ കാണിക്കണത്. ആണ് ഈ സൗവാരംഭാണ്. ഞാൻ ചില സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അത് വേഗം അങ്ങോട്ട് കൊണ്ടുവരാം. വേഗം വേണോ? അത് കിട്ടിയാൽ ജാവ ആരംഭിക്കും വിസതന്തം. ഞാൻ എന്റെ വിഷചികിത്സ ഇവിടെ ആരംഭിക്കുകയായി. നമുക്കില്ല മണ്ഡലം പവിസ്ത മണ്ഡലം വാസുപുത്ത ചിട്ട ചിട്ട ഉണ്ടായിരുന്നില്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ലേ? അത് എന്താ പറയണത്? ഒട്ടും കുറയ്ക്കണ്ട. ഞങ്ങള് അകൃതജ്ഞന്മാരല്ല, ഞങ്ങൾ ഉപകാര സ്മരണയുള്ളവരാണ് എന്നാ പറയുന്നത്. അതേതായാലും പറഞ്ഞത് നന്നായി. ഇങ്ങനെയുള്ള ചില ആ പ്രദേശത്തൊക്കെ വരുമ്പോ സ്വതേ സംഭവിക്കാറുണ്ട്. വൈദ്യൻ താൻ തന്നെ വേണം കേട്ടോ, കേമായിട്ട് വരണം, താൻ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലൊക്കെ കേമ വന്ന് പ്രവൃത്തിയൊക്കെ കഴിഞ്ഞാൽ ഒരു പൊതി കേമായിട്ട് കയ്യിൽ അങ്ങോട്ട് തരും. അപ്പോ ആ പ്രവൃത്തിയുടെ ഉത്സാഹമില്ലാത്ത അതൊന്നും ശ്രദ്ധിക്കാറില്ല. അവനവന്റെ ഭവനത്തിൽ ചെന്നാൽ നോക്കുമ്പോഴാവും അതിലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് അങ്ങനെയല്ല, ഇവിടെ കാര്യമായിട്ട് തന്നെ തരാമെന്നാ തോന്നണത്. ഓരോടും ദൂരത്തിനാ വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് കിണയാൻ ഭാവമുണ്ട്. സുന്ദരകുളിയം പാള വെച്ച മണിവി
ഞാൻ വിഷചികിത്സയ്ക്കായിട്ട് പ്രത്യേകമായിട്ടൊരു ഗുളിക ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്ദര ഗുളിക എന്നാണ് അതിന്റെ പേര്. ഇങ്ങോട്ട് വരാനുള്ള പരിഭ്രമത്തിന്റെ ശക്തി കാരണം ഞാനത് അതുകൊണ്ടാ ഞാനത് വേഗം എടുത്തിട്ട് വരാം. അപ്പൊ തന്നെ വല്ലാണ്ട് വൈകി ഞാനത് ഉത്സാഹിക്കേണ്ടിയാവും നല്ലത്. ഗുളിക കേട്ടോ, വേഗം വരാം. കൂടി പരിവ്രാജക ശരീരേന്യസ്യ അവസിതേ കർമ്മണി യഥാസ്ഥാനം യോജയിഷ്യാമി.
മരിക്കുക, അത് വേഗമൊന്നും മരിപ്പിക്കുക. എപ്പോഴാ മരിക്കുക? അവരുടെ കാട്ടപ്പെടാനുള്ള കാലൊക്കെ അനുഭവിച്ച് കാട്ടപ്പെട്ട് കൂടെ ഇരിക്കണോടെ കഷ്ടപ്പെടുത്തിട്ടേ മരിക്കുള്ളൂ. അങ്ങനെയാണോ ദുഃഖഭാഗങ്ങൾ? അങ്ങനെയാണോ? അതുകൊണ്ട് വേഗം മരിക്കില്ല. അവോ സഖ്യാതി ജീവിച്ചു അത്ഭുതമല്ലിത് അത്തലാണ്ടുടരുന്നോക്ക് ചത്തുപോകുന്നതുത്തരം. അങ്ങേര് ജീവിച്ചല്ലോ സന്തോഷം. കഹിം കഹിം കാമിളയോ സാധാരണ എന്താവശ്യത്തിനും ആവശ്യമില്ലെങ്കിൽ ഒരു പേരെ വിളിക്കാറുള്ളൂ. ശാന്തിയില്ല. എന്നെ വെറുതെ ഇരിക്കാണെങ്കിൽ അതെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. ഇത് പുതിയൊരു പേരാവില്ല. ഇത് ആരെ ശാന്തില്യം സ്വാമിയെ ഒക്കെ അറിയാത്ത ഒരാളാ. അത് ആരെ വിളിച്ചാൽ സ്വാമിയാരെ ശകലം നിൽക്കണ ആളാ. അയാൾ എന്നെപ്പുറത്ത് നിൽക്കേണ്ടതായിരുന്നു നല്ലത്. അയാളാണ് രാമിലകൻ. അതാ അന്വേഷിച്ച ആള് അവിടെ അങ്ങേറ്റത്. അത് ഇങ്ങേപ്പുറത്ത് നിന്നിരുന്ന കുറച്ച് ഉപകാരമായിരുന്നു. ഭഗവാൻ കിം ഭഗവാൻ കിം ഞാൻ സാമ്യാരെ ഇങ്ങനെ കാണുന്നത്. സാമ്യാരുടെ സമ്പ്രദായമൊക്കെ മാറി. സാമ്യാര് മുമ്പ് കണ്ട പോലെ നിൽക്കുന്നു. മുഖത്തിലൂടെ മന്ദസ്മിതം കടാക്ഷം. നിലത്ത് ചേന എത്ര നാളാക്കണോ നിശ്ചയില്ല. ഇവിടുന്ന് ഒരു പോക്കം കൂടെ പോയിട്ടുണ്ട്. ആ കൈക്കൊക്കെ എങ്ങനെയാ അവരാ പുണ്യാക്കാണോ ഇതം നാമഹം സംഘമലയപുരിതം ഇവ പ്രതിഭാതി. പുണ്യകാഗ്രഹണോ ഇതാ വാമഹത്ത ശംഖമലയപുരിത ഇവ പ്രതിഭാതി. മൺകിണ്ടി എടുത്ത് ശീലിച്ചിട്ടുള്ള പരിഷമായിട്ടുള്ള കൈകൾ. സ്വാമിയാരുടെ കൈകൾ അങ്ങനെയാ. മൺകിണ്ടി എടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കൈകൾ. എടുത്തെടുത്ത് ബലിഷ്ഠമായിട്ടുള്ള കൈകൾ. ആ കൈ ഇപ്പൊ എങ്ങനെയാ കൈന്റെ മണ്ണ കൈ ശംഖുവളയടിഞ്ഞ കൈകൾ പോലെ ആയി തീർന്നേക്കണു. സ്ത്രീകളുടെ കൈകൾ പോലെയാ. അങ്ങനെ അലസായിട്ട് ദുർബലായിട്ടുള്ള കൈകളാ. സാമ്യാരോട് ഒരു പോക്ക് പോയിട്ടുണ്ട്. സാമ്യാരുടെ ഏതൊക്കെ ഭാഗം ഇനി ഇളകാത്തതെന്ന് സംശയമുള്ളൂ. ഒക്കെ ഇളക്കി ഇളക്കി ഇളക്കിയ സാമ്യാരെ എന്താ അത്യത്ഭുതമല്ലേ പറയണ്ടു. ഭഗവാൻ ഇത് ഭഗവാനല്ല. സാമ്യാര് സന്യാസിമാർ ഇങ്ങനെയല്ല. കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സന്യാസിയെ? മുഖത്ത് മന്ദസ്മിതം രാസ്യം വശ്യത വശീകരണമൊക്കെ അവർക്ക് ഉണ്ടായില്ല. അതിങ്ങനെയല്ല അവർ വശീകരിക്കുന്നത്. വശ്യതൊക്കെ കാട്ടിയിട്ട് ചില സന്യാസിമാരുണ്ട്. വായ പൊളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളുടെ ശബ്ദം പോലെയൊക്കെ ഉണ്ടാവും. എന്നാലും അത് ഇങ്ങനെ കാട്ടി നടക്കണവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഭാവത്തില്. ഇത് സത്യത്തില് എന്താ ഇതൊരു തെലിപിടിശിയുടെ ഭാവമാണ്. ഒരു അഭിസാരികമായ ഭാവമാണ് ഈ മുഖത്ത്. അങ്ങേക്ക് കുടിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ട്. നീ ഇങ്ങനെ ആണെച്ചാൽ മദ്യം കുടിക്കുന്നതിനേക്കാൾ നല്ലതാ. അങ്ങ് കുടിക്കേണ്ടത് വിഷ. പൊതു പരിഹാസ പ്രമാണം പൊതുപരിഹാസ പ്രമാണം യാസ്യാമി. ഇതൊരു ആളുകൾക്ക് പറഞ്ഞ് ചിരിക്കാൻ അപഹസിക്കാനുള്ളത് ഒന്നായി കാണിക്കണം. മദ്യപിക്കാൻ പോണു ഒരു സാമ്യാര ഒരു സന്യാസി. യോ കട്ട
ഇയാൾ എന്തായാലും ഞാൻ വിചാരിച്ച തരക്കാരനല്ല. ഞാൻ നേരിട്ടത് സ്വാമിയാര് മദ്യം ചോദിച്ചിട്ട് അങ്ങനെയുണ്ട് ചില ആളുകളെ നേരിട്ട് പോയി ഇത് ചെലുത്താൻ ഒരു അഭിമാനം സമ്മതിക്കില്ല. വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകളാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൂടാണ്ട് വയ്യ. അപ്പൊ എന്താ വിചാരിച്ചാൽ ഇങ്ങനെ ചില ആളുകൾ സഹായികളുണ്ടാവും. അവരോട് അതെ വരണം കേട്ടോ, ഞങ്ങൾ വരാം, തൻ്റെ അവിടെ വെച്ചാൽ മതി, എൻ്റെ അവിടെ ഒന്നും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ കുറച്ച് താഴ്ചയോട് ഒരുമിച്ചാവാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മദ്യപിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ആളാണ്. മറ്റേത് തന്നെ തിരിച്ച് അയാൾ അങ്ങനത്തോടല്ല. ആശ്രമവിരുദ്ധ യമാലാവ, ഇത് ആശ്രമവിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ്. ഒരു സന്യാസിക്ക് ചേർന്ന വാക്കല്ല എന്ന് പറയുന്നത്. അയാൾ ബുദ്ധിമാന നല്ല ബുദ്ധിമാന. എവിടേക്കാ പോണത്? എവിടെ പോണത് സാമേരെ? ആദ്യം മറ്റേ വിധം എടുത്തിരുന്നു, അവനെ കെട്ടിപ്പിടിക്കാം. അത് കഴിഞ്ഞപ്പോൾ വേറൊരു അങ്ങേപ്പുറത്ത് നിൽക്കണം. അപ്പൊ ഞാനെങ്കിലും കെട്ടിപ്പിടിച്ചാൽ മതി, അവളെ അടുത്തേക്ക് തന്നു. എടി നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അവളെ അങ്ങനെ എടുത്തല്ല, അവള് കൊടുത്തവരാണ്. സ്വാമിയാരെ ഇങ്ങനെ വേണം, നീ നന്നായി ഈ തരക്കാരെ ഇങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യണം. നന്നായി ഇനി ആരുടെ അടുത്തേക്കാ പോണത്? സ്വാമിയാരെ അത് സ്വാമിയാരെ വിചാരിക്കണ പോലെ അങ്ങനെ പോണ്ട. അയ്യോ, അതാ ദേവശിയുടെ തള്ളയാണ്, വലിയ ദേവശിയാ. അവളൊന്ന് അന്താളിച്ചു. ആ വയസ്സായിട്ട് ഞാൻ എന്റെ ചില ഗുരുനാഥന്മാരെ എവിടെ പറ്റില്ല, എന്റെ ശിഷ്യന്മാരെ നിൽക്കാം. സമാധാനം ഇനി പെട്ടെന്ന് അവിടെ അംഗീകരിക്കില്ല. ഇപ്പൊന്നും മുമ്പത്തെ പോലെ എന്നുള്ളതൊക്കെ ആകെ സമുദായം മാറി. ഒന്നും രണ്ടുമല്ല 8 ഗുളിക കെട്ടിയിട്ടുണ്ട്. ഓസവംശ ഔഷധം. ഈ ഗുളിക ഔഷധത്തില് ചാലിച്ച് സേവിച്ചാൽ അതിന്റെ ഫലം അപ്പം അറിയാം. അത് ഖണേ ഖണേ ജീവിച്ചതിനനുസരിച്ച് ജീവിക്കാൻ യോഗമുള്ളതാണെങ്കിൽ ജീവിക്കും, അല്ലാത്തതിന്റെ കഥ അപ്പം കഴിയും. ഫലം ഉറപ്പായിട്ടുള്ളതാണ്. ഉദയം ഉദയം പറഞ്ഞത് മനസ്സിലായോ? ഏത് സർപ്പാണ് ഏത് പാമ്പാണ് കടിച്ചത് എന്ന കഴിഞ്ഞിന് പറയാൻ പറ്റുമോ? ഈ മുറിവായി നോക്കി പറയാ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലിപ്പോ അത്ഭുതപ്പെടാനുണ്ടോ? ഇനി അതല്ല അല്ലാത്തത് വല്ലതുണ്ടോ എന്നല്ല അവർ ചോദിക്കുന്നത്. അതിന് ശാസ്ത്രം ഉണ്ട്, ഇതിലേ പ്രമാണമുണ്ട്, ശാസ്ത്രമുണ്ട്. അതാ ചോദിക്കണം. ആ ശാസ്ത്രത്തിന്റെ കാര്യ അതെങ്ങനെയാ? സപ്തസഹസ്രമാണ്. 1000 ശാസ്ത്രം, 1000 ശാസ്ത്രം.
വൈദ്യന്റെ 1000 ഒക്കെ അവിടെ ഇരുന്നോട്ടെ. 1000 ശാസ്ത്രത്തിന്റെ കഥയൊന്നുമല്ല. ബ്രൂഹി ബ്രൂഹി വൈദ്യശാസ്ത്രം, വൈദ്യശാസ്ത്രത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, ചികിത്സിക്കാനല്ലേ വന്നത്. അപ്പൊ വൈദ്യത്തിന്റെ കഥ മാത്രം പറഞ്ഞാൽ മതി, വൈദ്യശാസ്ത്രത്തിന്റെ അത് പറയേണ്ടത്. സുണാബോധി ശ്രദ്ധിച്ചു കേട്ടോ. വാദികാ പൈത്തികാശ്ചൈവ ശ്ലൈ 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 ഇതൊരു വഴുക്കല. ശ്ലൈ വൈദ്യനോട് വഴുക്കാണല്ലോ. എന്താ പറ്റിയത്? വാദികാ പൈത്തികാശ്ചൈവ ശ്ലൈ ആ ഇവിടെ വഴുക്കല്ല. വൈദ്യനെന്താ ചൊല്ലിയത്? വാദികാ പൈത്തികാശ്ചൈവ ശ്ലൈഷ്മികാശ്ച മഹാനിഷാ ത്രീണി സർപ്പ. ഇങ്ങനെയാണ് ചൊല്ലിയത്. ആ ത്രീണി സർപ്പ ത്രീണി സർപ്പ എന്നല്ല പറയേണ്ടത്, ത്രയസർപ്പ ത്രയസർപ്പ എന്ന് പറയണം. എന്താ അതിന്റെ കാരണം കൂടി അവിടെ പറഞ്ഞു. ത്രീണി എന്നുള്ളത് നപുംസകാണ്. സർപ്പ നല്ല പ്രയോഗിച്ചത്. വൈദ്യൻ അത് എന്താ കണ്ടിട്ട് അത് വായിച്ചു, അത്രേ ഉള്ളൂ. വൈദ്യന് എന്ത് ത്രീണി എന്ത് ത്രയ. അതെ, വിശേഷണ വിശേഷങ്ങള് ഒരേ ലിംഗത്തിലാവണം, ഒരേ വിഭക്തിയിലാവണം എന്നൊക്കെ എപ്പോഴൊക്കെ കേട്ടിട്ടോ. ആ അതാണ് സർപ്പ എന്നുള്ളത് പുല്ലിംഗാണ്. അപ്പൊ അതിന്റെ വിശേഷണമായിട്ടുള്ള ത്രീണി ആ സംഖ്യാശബ്ദവും അങ്ങനെ പുല്ലിംഗത്തിൽ തന്നെ പ്രയോഗിക്കണം. അപ്പൊ വൈദ്യം പ്രയോഗിച്ചത് നപുംസകലിംഗാണ്. വൈദ്യന് മറ്റതിലൊന്നും വിശ്വാസമില്ല, ഇതേ ഉള്ളൂന്നാ തോന്നുന്നത്. രണ്ടെണ്ണൊന്നും വേണ്ടെങ്കിൽ ഒരെണ്ണം മതി നപുംസകം. ഇപ്പൊ പിടികിട്ടി അവിഹ വയ്യാരണ സപ്പയുടെ ഖാദിതാഭവേ. മൂർഖനല്ല കഴിച്ചത് വ്യാകരണ പദം. വൈദ്യന് അതിബുദ്ധിമാനാ. അപ്പോഴേക്ക് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. വ്യാകരണ പാമ്പാണ് കഴിച്ചത്. വിജയൻ, അവർക്ക് ഇനിയുണ്ട് ചോദ്യം. എന്തോ വിഷവേഗങ്ങൾ എത്രയുണ്ട്? വിഷവേഗങ്ങൾ എത്രയാണ്? വിഷവേഗ അത് വിഷവേഗങ്ങൾ 100 പ്രസിദ്ധമായിട്ടുള്ളതാ. അവള് പറയുന്നത് അങ്ങനെയല്ല. വൈദ്യനൊരു സംശയമില്ല. വിഷവേഗങ്ങൾ എത്രയാ? അതിന് അങ്ങേപ്പുറത്തേക്ക് ഒരു സംഖ്യയില്ല. അങ്ങേപ്പുറമില്ല ഇങ്ങേപ്പുറമില്ല. വൈദ്യന് അത്രയൊന്നും ഇല്ല, 100 ഇല്ല. ഇത് എത്ര എണ്ണം ഉണ്ടെന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. വിഷവേഗ 7 ഉള്ളൂ. 7 ഉള്ളൂ കേട്ടോ. ഇത് ഏതൊക്കെയാ? പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. എണ്ണം വിളിച്ചോളൂ വേണമെങ്കിൽ. രോമാഞ്ചോ മുഖശോഷശ്ച വൈവർണ്യം ചൈവ ദേവധൂ ഹികാ ശ്വാസശ്ച വൈദ്യന്റെ കയ്യിൽ ബ്രഹ്മാസൃഷ്ടികളൊക്കെ കഴിഞ്ഞു. ഇനി കാലിലെണ്ണണം. അതെ, 7 എണ്ണം ഉള്ളത്. അപ്പൊ എത്ര എണ്ണം കാണിയത്? വൈദ്യന് അഭിയൊക്കെ പേരായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. അഭി ഒക്കെ മടക്കി വിട്ടിട്ടുണ്ട്. വൈദ്യൻ ഇപ്പൊ മനസ്സിലായോ? ഈ 7 എണ്ണമാണ് വിഷയങ്ങൾ. ആ
സപ്തവിഷവേഗങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ അശ്വിനി ദേവകൾ വിചാരിച്ചാൽ പോലും ചികിത്സിക്കാൻ കഴിയില്ല. ഈ അശ്വിനി ദേവകൾ ആരാണെന്നുള്ളത് അറിയോ? അവരാരാ? അന്ന് അങ്ങനെ രണ്ടുപേര് നോക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അശ്വിനി ദേവകളാണ് വൈദ്യത്തിന്റെ ദേവതകൾ. സാക്ഷാൽ അശ്വിനി ദേവന്മാര് വിചാരിച്ചാൽ പോലും അങ്ങനെ ഏഴെണ്ണം അതിക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല എന്നാ. വൈദ്യൻ ഇനി പിന്നെ അങ്ങേപ്പുറം വല്ലതും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാനാ. ഉള്ളതുണ്ടോ? ഇത് എന്റെ വിഷയമല്ല. പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു, ഇതിന് ചികിത്സിക്കാൻ പുറപ്പെടണമെന്ന് പറഞ്ഞു. അല്ലാണ്ട് തർക്കവും വ്യാകരണവും ഇതൊന്നും എനിക്ക് വശായിട്ടുള്ളതല്ല. വൈദ്യം അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. നമോ ഭഗവതിയെ, ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരത്തെ ചെയ്യൂ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് ഭഗവതിക്കായിക്കൊണ്ട് നമസ്കാരം. ഗച്ഛാമിർദാവഹം. ഞാനിവിടെ പോവാ. ഒരു കേരളം ഇവിടെ പോകേണ്ടിയിരുന്നില്ല. അവിടെ ഭവനത്തിൽ എന്നെ കൂടിയ മതിയായിരുന്നു. ഇത്രയൊന്നും നമുക്കില്ല. ശാസ്ത്രവിദ്യ വരാങ്കനെ ഉത്തമാംഗി നമസ്തുഭ്യം. സത്വരം പോകുകയാണ് ഞാൻ. ഇവിടുന്ന് വേഗം പോവാവും നല്ലത്. ഭഗവൽ സന്ദേശ മനുദിഷ്ടാമി. മുച്യതാം വൃഷല്യ ശരീരം ചന്ദ്രനാ സുജീവം വിമയം കൃത്വാ മനുദിഷ്ടാമി. എന്റെ സ്വാമി എന്താ പഴയ പോലെ കുറച്ചു മുമ്പ് ഈ പേര് കേട്ട് ആ ശബ്ദം പുറപ്പെടുവിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ മാറിയോ? ഒക്കെ മാറി. ശരീരത്തിന്റെ ആ വെളുതൊക്കെ മാറി. ശാണ്ടില്ല ശാണ്ടില്ല. എന്റെ സ്വാമിയാരുടെ എന്റെ സ്വാമിയാര് സ്വതയുള്ള സ്വാമിയാര് ആവോ ദൈവാധീനം. അങ്ങനെ തന്നെയായിരുന്നു. അതേപോലെ എങ്ങനെയായിരുന്നു അവള് മുമ്പ് ആദ്യം ഞാൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേപോലെ ആയി.
സ്വാമിയാരുടെ പ്രകൃതം മാറി, മറ്റോള് അവളുടെ ഒരു പ്രകൃതം വേറൊരു മട്ടിലായി. ഇപ്പൊ ഒക്കെ പഴയ പോലെ അവളും ചെയ്തു. എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ ആകെ പരിഭ്രമിച്ചു, അന്താളിച്ചു നിൽക്കുക. എനിക്ക് കഥ ഒന്നും മനസ്സിലായില്ല. എന്ത് കഥ? എന്താ ഉണ്ടായത്? മഹരീ ഖലു കഥാ ഇത് അങ്ങനെ ഇങ്ങനെയുള്ള കഥയൊന്നുമല്ല, വലിയ കഥയാണ്. അത് ഈ വലിയ കഥയുള്ള ആളുകൾ സാധാരണ പറയുക. അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ വലിയ കഥയാണ്, അതൊന്ന് പറഞ്ഞാൽ താൻ കേൾക്കണ്ട, പറയാൻ പാടില്ല എന്നാണ് അതിന്റെ താല്പര്യം. സ്വാമിയാര് തന്നെയാണോ പറയണത്? എനിക്ക് പറഞ്ഞു തരില്ലേ സ്വാമിയാര്? എന്താ ഉണ്ടായതെന്ന് എന്നോടെങ്കിലും പറയില്ലേ അവിടുന്ന്? ആവാസേ കഥയിഷ്യാമി. പറയാണ്ടിരിക്കൊന്നുമില്ല. ആവാസത്തിങ്കൽ വെച്ച കഥ, ആശ്രമത്തിൽ ചെന്ന് അവിടെ വെച്ച് ഞാൻ പറയാം. അതല്ലാണ്ട് ഇങ്ങനെ വഴിയിൽ നിന്നും കൊണ്ട് പറയാനുള്ളതല്ല. അത്ര ലഘുവായിട്ടുള്ള ഒന്നല്ല, നിസാരല്ല. വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാതിരിക്കേണ്ട. സ്വൈര്യമായിട്ട് വേണം ഇതൊക്കെ പറഞ്ഞു തരാനും കേൾക്കാനും. അതുകൊണ്ട് ആശ്രമത്തിലെത്തി അത് മതി, അത് മതി, അങ്ങനെ തന്നെ മതി. നമ്മുടെ സംഗീതത്തിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ഇതിന് സുഖമുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പറ്റില്ല. ഓക്കെ, വയസ്സ് തോന്നുന്നുണ്ട്. ദിനകൃൽ ദിവസാവസാന ശോഭ നവനാശായ മുഴുത്തു യോഗി പോലെ മറയും നളവാത്മന പ്രഭവൽ പ്രവിശൻ ശശിബിംബം പ്രവിശൻ ആ ദിനകൃത ആദിത്യനെ കണ്ട. ആദിത്യൻ എങ്ങനെയാ? ദിവസാവസാന ശോഭ നവകഷായ മുഴുത്തു. ദിവസാവസാന ശോഭയാകുന്ന പുതിയ കാഷായത്തെ ചിന്തിക്കുന്നു. ആരെ പോലെ? യോഗിയെ പോലെ. ഒരു യോഗി വര്യനെ, ഒരു സന്യാസിയെ പോലെ നല്ല പുതിയ കാഷായം ചിന്തിക്കുന്നു. അതിപ്പോ എന്താ? സ്വാമിയാര് ചെമപ്പിന്റെ അവിടേക്കാ പോയത്. എനിക്ക് ഇങ്ങേപ്പുറത്താ ഭക്ഷണം കാഷായത്തിന്റെ. അപ്പോ ആ ആദിത്യൻ അങ്ങനെ കാഷായം ചിറ്റി അവിടെ ഒരു യോഗി പോണ പോലെയാണ് തോന്നണത് എന്ന് മാത്രമല്ല, മറയുന്നളവാത്മന പ്രഭാവാൽ അവനവന്റെ ആ പ്രാഭവം കൊണ്ട്, ആ മറയുന്ന സമയത്ത് അവനവന്റെ പ്രാഭവം കൊണ്ട് ശശിബിംബം ശശിബിംബത്തിലേക്ക് തന്റെ തേജസ്സിനെ സങ്കല്പിച്ച് ചന്ദ്രനെയും കൂടി പ്രകാശിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ചന്ദ്രന് സ്വതേ പ്രകാശിക്കാനുള്ള കഴിവില്ല. പിന്നെയോ ആദിത്യരശ്മികളുള്ള ആദിത്യൻ തന്നെയാണ് ചന്ദ്രനിലെ ഉള്ളിൽ പ്രകാശിക്കുന്നത്. അത് കണ്ടാൽ ഒരു പരകായ പ്രവേശമാണ് തോന്നുക. പരകായ പ്രവേശം എങ്ങനെയാണോ യോഗിമാര് നരസിംഹർക്ക് പരകായ പ്രവേശത്തിൽ എത്ര കണ്ട് വൈഭവമുണ്ടോ, അതേപോലെയാണ് ആദിത്യനും ചന്ദ്രനിൽ ഒരു പരകായ പ്രവേശം നടത്തിയിട്ടാണോ എന്ന് തോന്നുന്നു.